നമസ്കാരം, ഞാൻ സുമേഷ് ചാത്തമ്പലം. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയുമായി വരുന്നത്, നമ്മൾക്ക് പലപ്പോഴും നമുക്ക് വരുമാനങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾക്ക് ഹൗസിംഗ് ലോൺ എടുക്കണം, ഒരു വീട് കെട്ടിയാൽ കൊള്ളാമെന്ന്. ബിക്കോസ് വീട് എന്ന് പറഞ്ഞാൽ എല്ലാവരും വലിയ സ്വപ്നമാണ്. അപ്പോൾ ഈ ഹൗസിംഗ് ലോൺ എനിക്ക് എത്ര രൂപ കിട്ടും എന്ന് ചോദിച്ചാൽ, നമുക്ക് പല ആളുകൾക്കും അനുഭവം ഉണ്ടാകും. ഓരോ ബാങ്കുകാർ ചോദിച്ചാൽ അത്ര കിട്ടും, ഇത്ര കിട്ടും എന്നൊക്കെ പറയും. ഒരു ലെറ്ററോ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്ഥലത്ത് തരില്ല. അല്ലെങ്കിൽ അതിൽ ഏജൻറ്റ്സ് ഉണ്ടാവും, അവരോട് ചോദിച്ചാൽ, വല്ല ബിൽഡേഴ്സിനോട് ചോദിച്ചാൽ വേറെ വല്ലതും പറയും, അത്ര ഉണ്ടായിത്തരാത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൽ എല്ലാ കാര്യത്തിനും ഒരു ഫെയർ ഫോർമുല ഉണ്ടാവും, അല്ലേ? ആ ഫോർമുലയിലായിരിക്കും ഇതൊക്കെ വർക്ക് ഉണ്ടാവുക. ദാറ്റ് മീൻസ് ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാവും എന്നർത്ഥം. എല്ലാ ബാങ്കിനും, റിസർവ് ബാങ്ക് ആണെങ്കിൽ നോംസിൽ കൂടെ ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ആ സ്റ്റാൻഡർഡൈസ് ചെയ്തൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലാണ് ഹൗസിംഗ് ലോൺ എടുക്കുള്ളൂ, അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ എടുക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് എല്ലാവരും പഠിച്ച് വയ്ക്കാൻ ട്രൈ ചെയ്യില്ല. പഠിപ്പിച്ചു കൊടുക്കാൻ കുറേ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു എനിക്ക്. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഓരോ ആളുകൾക്കും നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എത്ര രൂപ ലോൺ കിട്ടും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് കൃത്യമായിട്ട് ഇനി കേട്ടാൽ മനസ്സിലാവില്ലേ, 2-3 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്നിട്ട് അത് ഫിഗർ ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ മനസ്സിലാവും. വളരെ സിമ്പിളായിട്ടുള്ള ഫോർമുലയാണ്. നമ്മൾ ആദ്യം ഇന്ത്യയിൽ പ്രത്യേകിച്ച് നമ്മൾ സാധാരണ രീതിയിൽ ഫോയർ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ഒബ്ലിഗേഷൻ ടു അവർ ഇൻകം റേഷ്യോ. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു 50,000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ എത്ര രൂപ വരെ നമുക്ക് ലോൺ അടയ്ക്കാമെന്ന് ബാങ്കിൻ്റെ ഒരു നോംസാണ് ഈ ഫോയർ എന്ന് പറയുന്നത്, ഫിക്സ്ഡ് ഒബ്ലിഗേഷൻ ടു ഇൻകം റേഷ്യോ. ഇവിടെ ഇന്ത്യയിൽ സാധാരണ എല്ലാ ലീഡിങ് ബാങ്കുകളും ഫോളോ ചെയ്തിട്ട് വരുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾക്കൊരു 20,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ അതിൻ്റെ 60% വരെ പോവും ചില ബാങ്കുകൾ. പക്ഷേ സാധാരണ ഗതിയിൽ വളരെ സ്മൂത്തായിട്ട് അവരുടെ ചിലവുകളൊക്കെ കഴിഞ്ഞുകൊണ്ട് ബാക്കി പൈസയും കൊണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു 50% വരെയും, ഒരു 50,000 രൂപേൻ്റെ മുകളിൽ 70,000 രൂപേൻ്റെ മുകളിലൊക്കെ ശമ്പളം ഉണ്ടെങ്കിൽ ഒരു 60,000 രൂപ വരെ പോകുന്നതായിരിക്കും ഐഡിയൽ. ഈവൻ ദോ 60% വരെ ബാങ്കുകൾ കൊടുക്കലുണ്ട്, റൈറ്റ്? ഇതാണ് എൻ്റെ സത്യാവസ്ഥ. അപ്പോൾ ദാറ്റ് മീൻസ് തിരിച്ചടവ് 50,000 രൂപ ശമ്പളമുള്ള ഒരാൾക്ക് 30,000 രൂപ വരെ ബാങ്കിലേക്ക് അടയ്ക്കാൻ കഴിയുമെന്നർത്ഥം. പക്ഷേ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾ പറയണു 25,000 വരെ 50% ഫിക്സ്ഡ് ഒബ്ലിഗേഷൻ ടു ഇൻകം റേഷ്യോ, അതായത് ഫോയർ 50% വരെ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്നാണ് ഞങ്ങളുടെ സജഷൻ. അപ്പോൾ 50% വരെ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ ഫോർമുലയുടെ അടിയിൽ പറയുന്നത്. അത് 60% തരാമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 60% അടയ്ക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 60 കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സുമാർ കിട്ടും. പിന്നെ അതിൻ്റെ അകത്ത് ചെറിയ വേരിയേഷൻ ഞങ്ങളുടെ ഒരു ബാങ്കുകളിൽ നാഷണൽ, ഇപ്പോൾ ഞാൻ ഈ പറയുന്നതൊക്കെ നമ്മുടെ SBI, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, BOB, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, PNB പോലെയുള്ള നാഷണലൈസ് ബാങ്കുകളും, HDFC, ICICI, ആക്സിസ് ബാങ്ക് പോലെയുള്ള വലിയ അല്ലാത്ത പ്രൈവറ്റ് ബാങ്കുകളും ഒക്കെ ഫോളോ ചെയ്യുന്ന നോംസും മെത്തേഡുമാണ് ഞാൻ ഈ സൂചിപ്പിക്കുന്നത്. ഒപ്പം ഇതുപോലെ കുറച്ചും കൂടി സിവിൽ സ്കോറൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ചെയ്യുന്ന കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ധനലക്ഷ്മി ബാങ്കൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിക്കൊണ്ട്, അതുപോലുള്ള കാറ്റഗറിയുള്ള ബാങ്കുകൾ, ഷെഡ്യൂൾ ബാങ്കിൻ്റെ പോലെ കാറ്റഗറിയുള്ള വലിയ ബാങ്കുകൾ. പിന്നെ അതൊന്നും അല്ല, വേറെ കുറച്ചും കൂടി പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മുടെ സുന്ദര ഫിനാൻസ്, ആധാർ ഹൗസിംഗ് ഫിനാൻസ്, റെപ്കോ ബാങ്ക്, അങ്ങനത്തെ കുറേ ബാങ്കുകളൊക്കെ ഉണ്ട്, മുത്തൂറ്റ്, മണപ്പുറമൊക്കെ ഉണ്ട്. അവരൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ബാങ്ക് ഇൻട്രസ്റ്റ് കൂടുകയും കിട്ടുന്ന എമൗണ്ട് അല്പം കുറയുകയും ചെയ്യും. പക്ഷേ ചെറിയ പ്രോബ്ലങ്ങളൊക്കെ നമുക്ക് വല്ല സിവിൽ ഇഷ്യൂ അങ്ങനത്തെ വല്ലതൊക്കെ ഉണ്ടെങ്കിലും അവർ ചെറുതായിട്ടൊക്കെ തരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇൻകം പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചേർഡ് അല്ല, സാലറീഡ് ആണ്, ഒരാളുടെ കയ്യിലാണ് സാലറി, അങ്ങനെയൊക്കെ വരുമ്പോഴും ഇതുപോലുള്ള മറ്റ് ഷെഡ്യൂൾ ബാങ്ക്, അല്ലെങ്കിൽ ചെറിയ അവരൊക്കെ കൺസിഡർ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ നാഷണൽ ബാങ്കിനെ അത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. വളരെ ചുരുക്കം ചെറിയ എക്സ്റ്റെൻറ്റ് വരെ അത് കൺസിഡർ ചെയ്യുള്ളൂ, റൈറ്റ്? ഇനി ഫോർമുലയ്ക്ക് വരെയാണ്. നമ്മുടെ ഗ്രോസ് ഇൻകം ഓഫ് അതായത് ഒരാളോ അല്ലെങ്കിൽ 2 ആളോ 3 ആളൊക്കെ കൂടിയിട്ടാണ് അപ്ലൈ ചെയ്യുക വീട്. ദാറ്റ് മീൻസ് ഒരു 20,000 രൂപ ശമ്പളമുള്ള 3 ആളുള്ളൊരു വീടാണെങ്കിൽ ആ വീട്ടിലെടുക്കുകയാണെങ്കിൽ 60,000 രൂപ, അല്ല നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ആദ്യം ഒരു 50,000 രൂപ നൽകുക, 2 ആളുടെ അടുത്ത് നോക്കിയാൽ കൺഫ്യൂഷനാണ്. ഒരു വീട്ടിൽ 2 ആൾ, 3 ആളുടെ ഒക്കെ എത്ര ആളുടെ വേണമെങ്കിൽ എടുക്കുക, അച്ഛൻ്റെയും ആൻ്റെയും അമ്മയുടെയും മോൻ്റെയും അല്ലെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അനിയത്തിൻ്റെയും ഏടത്തിൻ്റെയും ഒക്കെ എല്ലാവരും കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു വീട്ടിൽ 2 ആളും കൂടി എടുക്കുകയാണെങ്കിൽ 2 ആൾക്ക് കൂടി 50,000 രൂപ സാലറി ഉള്ളൊരു കേസാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്, ഫോർമുല. അപ്പോൾ ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്: ഗ്രോസ് ഇൻകം ഇൻറ്റു 50%. ഞാൻ നേരത്തെ പറഞ്ഞു 60 അല്ല, നമ്മൾ ഫോയർ 50 ആലോചിക്കുള്ളൂ. 50% മൈനസ് നമ്മൾ വല്ല EMI, ഇപ്പോൾ ഒരു ബാങ്ക് എന്താ പറയുക, മൈനസ് EMI ഇഫ് എനി, ഏതെങ്കിലും പ്രിവെയിലിംഗ് EMI ഉണ്ടെങ്കിൽ. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ സൂചിപ്പിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു ബൈക്ക് ലോൺ എടുത്തിട്ട് 2,000 രൂപ അടവുണ്ടെന്ന് വയ്ക്കുക, ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ ഒരു ഫോൺ വാങ്ങിയിട്ട് 2,000 രൂപ അടവുണ്ടെന്ന് വയ്ക്കുക. ആ 2,000 രൂപയാണ് ഈ ഇപ്പോൾ വല്ല EMI ഉണ്ടെങ്കിൽ ഇവിടെ മൈനസ് ചെയ്യണം. അത് 50% മൈനസ് EMI വല്ല ഉണ്ടെങ്കിൽ, റൈറ്റ്? അപ്പോൾ അത് ചെറിയ ലോണൊക്കെ ആണെങ്കിൽ അടച്ചു തീർത്താൽ കുറച്ചും കൂടി കൂടുതൽ എമൗണ്ട് നമുക്ക് ഇതിൽ കിട്ടാൻ സാധ്യതയുണ്ടാവും. അല്ലാതെ അവിടെ നിർത്തിക്കൊണ്ടേ പോകാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ലോൺ കിട്ടുന്ന തുക അല്പം കുറയാൻ സാധ്യതയുണ്ടെന്ന് അർത്ഥം. ക്ലിയർ ആയെന്ന് മനസ്സിലാവും. ഹോൾ ഡിവൈഡഡ് ബൈ, ഒന്നും കൂടി പറയാണ്,
ഗ്രോസ് ഇൻകം ഇൻറ്റു 50% മൈനസ് EMI ഇഫ് ഇപ്പോൾ EMI പോകുന്നുണ്ടെങ്കിൽ അത് ഹോൾ ഡിവൈഡഡ് ബൈ നിങ്ങൾക്ക് EMI കാൽക്കുലേറ്റർ എടുത്തിട്ട് സാധാരണ നമ്മൾ ഫോണിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന EMI കാൽക്കുലേറ്റർ ഉണ്ടാവും ആൻഡ്രോയിഡിൽ. അതെടുത്തിട്ട് 1 ലക്ഷം രൂപയ്ക്ക് 30 വർഷത്തേക്ക് സാധാരണ ഇതിൽ ടെനൻറ്റ് പീരീഡ് 30 വർഷമാണ് തരിക. അതായത് 30 വർഷത്തേക്ക് ടെനോർ പീരീഡ് ഇട്ടിട്ട് അതായത് ആ ലോണിൻ്റെ പീരീഡ് ഇട്ടിട്ട് 1 ലക്ഷം രൂപയ്ക്ക് എത്ര EMI വരുമെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഡിവൈഡ് ബൈ EMI പെർ ലാക്ക് ഫോർ ടെനോർ പീരീഡ്, അതായത് ലോൺ പീരീഡ്, റൈറ്റ്. അപ്പോൾ ഈ ലോൺ പീരീഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാണ്. സാധാരണ രീതിയിൽ ഇന്ത്യയിൽ എംപ്ലോയ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് 40 വയസ്സായെന്ന് വയ്ക്കുക. വയസ്സായ ഒരാൾക്ക് ഈ ഹൗസിംഗ് ലോൺ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ 30 വർഷത്തേക്കാണ് കൊടുക്കുക, 30 years, റൈറ്റ്. ഏറ്റവും കൂടുതൽ 10 വർഷം മുതൽ 30 വർഷം വരെയാണ് ഇപ്പോൾ സാധാരണ ബാങ്കുകൾ പെർമിറ്റ് ചെയ്യുന്നത്. പക്ഷേ ചിലപ്പോൾ ഒരാൾക്ക് 40 വയസ്സായിട്ടുണ്ടെന്ന് വയ്ക്കുക, അയാൾക്ക് 30 വർഷം പറഞ്ഞാൽ 70 വയസ്സാവും, റൈറ്റ്. 70 വയസ്സ് വരെ 30. അയാൾ 50 വയസ്സായിട്ടുണ്ടെങ്കിലോ സ്വാഭാവികമായിട്ട് 70 വയസ്സ് ഇതിൽ കട്ട് ഓഫാണ്. 20 വർഷമേ കിട്ടുള്ളൂ, അയാൾക്ക് കിട്ടുള്ളൂ. നമുക്ക് എത്ര വർഷം വേണമെങ്കിൽ എടുക്കാം, 20 വർഷമോ 10 വർഷം എത്രയായിട്ട് കുറച്ചെടുക്കാം. കൂടുതലേക്ക് നമ്മൾ ട്രൈ ചെയ്ത് പോയാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ എംപ്ലോയിഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സ്വയം വരുമാനം ഉണ്ടാക്കുന്ന മറ്റേ ഇൻകം ടാക്സ് റിട്ടേൺസ് പ്രകാരമാണ് അയാളുടെ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ 70 വയസ്സ് വരെയും. ഇവർ NRI ആണെങ്കിൽ ഇന്ത്യയുടെ പുറത്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ 60 വയസ്സ് വരെയാണ് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ NRI ആണ് 40 വയസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 20 വർഷം കിട്ടുള്ളൂ എന്നർത്ഥം, റീപേയ്മെൻറ്റ് പീരീഡ്, റൈറ്റ്. അതേസമയത്ത് NRI ആണ് 30 വയസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് 30 വർഷം കിട്ടും. NRI ആണ് 25 വയസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് 30 വർഷമേ കിട്ടുള്ളൂ. അപ്പോൾ 55 വയസ്സ് നമ്മൾ കഴിയുന്നർത്ഥം, റൈറ്റ്. അപ്പോൾ ഹയർ എൻഡ് 30 വർഷവും ലോവർ എൻഡ് എന്ന് പറയുന്നത് ഐദർ നമുക്ക് ഡിസൈഡ് ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് ഇന്ത്യൻ എംപ്ലോയിഡോ ഇന്ത്യൻ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ 70 വയസ്സ് വരെയും, NRI ആണെങ്കിൽ 60. ഇതാണ് ഇപ്പോൾ ഉള്ള പ്രിവെയിലിംഗ് നോംസ്. അപ്പോൾ ഞാൻ ഫോർമുല ഒന്നും കൂടി പറയുകയാണ്. ഗ്രോസ് ഇൻകം ഇൻറ്റു 50% മൈനസ് എക്സിസ്റ്റിംഗ് EMI ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യുക, ഹോൾ ഡിവൈഡഡ് ബൈ EMI പെർ ലാക്സ് ഫോർ 25 എത്ര വർഷത്തേക്കാണ് പറഞ്ഞാൽ അത്ര വർഷത്തേക്കുള്ള പെർ ലാക്ക് EMI ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 1 lakh ആണ് എത്ര ലക്ഷം രൂപ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് അറിയാൻ കഴിയുക. ഇനി അതിന് എമൗണ്ട് ഇട്ടിട്ട് ഞാൻ താഴെ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഈ ഫോർമുല എങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്ന് താഴെ പറഞ്ഞുതരാണ്. ഫോർ എക്സാമ്പിൾ, ഒരു വീട്ടിൽ 2 ആൾക്ക് 25,000 രൂപ ശമ്പളം, 50,000 രൂപ ശമ്പളമുള്ള ആൾക്കാർ, അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 50,000 ഇൻറ്റു 50% മൈനസ് അവർക്ക് EMI ഒന്നും പോകണമെന്നില്ല, മൈനസ് 0 ഹോൾ ഡിവൈഡഡ് ബൈ 692. എന്താ കാരണം പറഞ്ഞാൽ 1 ലക്ഷം രൂപയ്ക്ക് 30 വർഷത്തേക്ക് ഇപ്പോഴത്തെ പ്രിവെയിലിംഗ് ഇൻട്രസ്റ്റ് പ്രകാരം 7.4% ഇൻട്രസ്റ്റ് വെച്ച് കണക്കാക്കുമ്പോൾ EMI കാൽക്കുലേറ്റ് ഇട്ട് കണക്കാക്കുമ്പോൾ നമുക്ക് 692 വരിക. അത് എപ്പോഴാണോ പ്രിവെയിലിംഗ് ഇൻട്രസ്റ്റ് എത്രയാണോ അത്ര ഇട്ടിട്ട് നിങ്ങൾക്ക് ആൻഡ്രോയിഡിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്ന EMI കാൽക്കുലേറ്റർ ഇട്ടിട്ട് 30 വർഷം വെച്ച് ഡൗൺലോഡ് ഇടുമ്പോൾ എത്രയാണോ ഇൻട്രസ്റ്റ് അതിനനുസരിച്ച് മാറി അവിടെ എമൗണ്ട് വരാൻ സാധിക്കും. ഈ കേസിൽ 692 ഇൻറ്റു 1 lakh എന്ന് പറയുമ്പോൾ നമ്മൾക്ക് 36,12,716 രൂപ വരാൻ സാധ്യതയുണ്ട്, റൈറ്റ്. അതായത് ഒന്നും കൂടി ഞാൻ പറയാണ്, 50,000 രൂപ ഇൻറ്റു 50% മൈനസ് 0. എന്താ കാരണം പറഞ്ഞാൽ EMI ഒന്നും ഇല്ലാത്തതുകൊണ്ട്, ഹോൾ ഡിവൈഡഡ് ബൈ 692 ഇൻറ്റു 1 ലക്ഷം ഈസിക്കൽ ടു 36,12,716. ഇതാണ് അവർക്ക് ലോൺ കിട്ടാൻ സാധ്യതയുള്ള എമൗണ്ട്, റൈറ്റ്. ആ ഫോർമുല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് പൊസിഷൻ ചെയ്യണം. ഇതാണ് ആ ഫോർമുല, റൈറ്റ്. ഇതിനെ നിങ്ങൾ നോക്കി മനസ്സിലാക്കിയെടുത്താൽ ക്ലിയർ. 50,000 ഇൻറ്റു 50% മൈനസ് 0 ഹോൾ ഡിവൈഡ് ബൈ 696 ഇൻറ്റു 1 lakh. ക്ലിയർ ആയോ? അതിൻ്റെ മുകളിലും ആ ഫോർമുല ഉണ്ട്, ക്ലിയർ ആയിട്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ്, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ആളുകൾക്ക് വീട് വയ്ക്കാൻ, ഒരു വീട് എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്വപ്നമാണ്. ഒരുപാട് ചെറിയ കൺഫ്യൂഷൻസ് ഉള്ള ഡോക്യുമെൻറ്റേഷൻ, KLU എങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഫോം 6 എന്താണ്, ഫോം 5 എന്താണ്, സർവേ എന്താണ്, തണ്ടപ്പേർ എന്താണ്, പൊസിഷൻ സർട്ടിഫിക്കറ്റ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ ഈ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഗുണകരമാവുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റൊക്കെ ചെയ്ത് ഇതിനെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, റൈറ്റ്. ഒപ്പം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഫ്രണ്ട്സോ റിലേറ്റീവ്സിനും
ഫാമിലിക്കൊക്കെ ഇത് ഗുണകരമാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഒപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കുന്നതിന് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ കിട്ടാൻ ചിലപ്പോൾ ഞങ്ങളുടെ ഓവർസൈറ്റും കൊണ്ട് വിട്ടുപോയാൽ തീർച്ചയായിട്ടും ഈ വീഡിയോൻ്റെ താഴെ ഇതൊരു അതായത് ജനറൽ ഇൻഫർമേഷൻ എന്നുള്ളൊരു പ്ലേലിസ്റ്റിലായിരിക്കും ഈ വീഡിയോസ് ഉണ്ടാവുക. ആ പ്ലേലിസ്റ്റിലും അല്ലെങ്കിൽ ഈ വീഡിയോസിൽ തന്നെ കോൺടാക്റ്റ് നമ്പറുണ്ട്, ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ടാവും. അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ചാനലിലുള്ള ബാക്കിയുള്ള വീഡിയോസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പർ കിട്ടും. ആ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള നിങ്ങളുടെ ക്വറികൾക്ക് ഏത് സമയവും സദാസമയവും അത് സന്നദ്ധതയോടുകൂടി നിങ്ങൾക്കത് ക്ലാരിഫൈ ചെയ്യാനുള്ള ആളുകൾ ഞങ്ങളുടെ ടീമിലുണ്ടാവും. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്.